ഈ മാസം വരെ 6000 രൂപയുടെ വാടക ഈ ഗവൺമെന്റ് മുടക്കിയിട്ടില്ല. ഈ മാസം വരെ, ഇനി ഈ വീടുകളിലേക്ക് കയറും വരെ അത് തുടരും. 300 രൂപയുടെ ജീവനോപാധി വെച്ച് 9000 വീതം ഒരു വീട്ടിലെ 2 പേർക്ക് കൊടുക്കുന്ന സഹായം അങ്ങനെ തുടരും. 1000 രൂപയുടെ ഫുഡ് കൂപ്പൺ തുടരും. ഇതുമാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റിയ അനുഭവങ്ങളിലേക്ക്, വെള്ളാർമലയുടെ താഴ്വാരത്തൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, ഉണ്ണിമാഷുടെ കുട്ടികൾ പഠിക്കുന്ന വെള്ളാർമലയിലെ സ്കൂള് ഭൂമി ഏറ്റെടുത്തതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അഭംഗുരം നാം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനം കേരളം ഒരു മനസ്സായി നടത്തിയതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ മാത്രം സ്വത്തല്ല. കേരളത്തിലെല്ലാവരും, പക്ഷമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അടങ്ങുന്ന കേരളം. ഈ നഗരത്തിലേക്ക് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് വരാൻ എന്തു ധൈര്യം നിങ്ങൾക്ക്? മലയാളി മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിത്രം കണ്ടു. ആവന്തിക ഈ കൂട്ടത്തിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ആവന്തിക അവളുടെ വീടിൻ്റെ കൂപ്പണെടുത്ത് അത് നേരെ ജില്ലാ കളക്ടർക്ക് നേരെ തിരിച്ചു കാണിച്ചു അഭിമാനത്തോടെ. ഞങ്ങൾ അവസാനം അവതരിപ്പിച്ച നാറ്റിവിറ്റി കാർഡ് അനുസരിച്ച് ജില്ലാ കളക്ടർക്ക് നാറ്റിവിറ്റി കാർഡ് കൊടുക്കാൻ പറ്റൂല. ജില്ലാ കളക്ടർ കേരളീയനല്ല. പക്ഷേ ആവന്തിക ആ ടോക്കൺ എടുത്ത് കളക്ടറെ കാണിച്ചപ്പോൾ കേരളത്തിലെ കേഡറായതുകൊണ്ട് കേരളത്തിനോടൊപ്പം വന്ന വയനാട്ടിലെ ജില്ലാ കളക്ടർ മേഘശ്രീ IAS പിടിച്ചു നിൽക്കാനാകാതെ വിതുമ്പി. കേരളം അഭിമാനത്തോടെ പറയട്ടെ, മലയാളത്തിൽ ജീവിക്കുന്നവരും മലയാളത്തെ സ്നേഹിക്കുന്നവരുമായ, അതുപോലെ ലക്ഷക്കണക്കായ മനുഷ്യരുടെ കണ്ണിലെ പവിത്രമായ ഈ കണ്ണീർ തുള്ളികളുടെ കരുത്താണ് കേരളത്തിലെ ഗവൺമെന്റിന് ഇത്തരം ഒരു ഇച്ഛാശക്തി ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുഞ്ചിരിമറ്റത്ത് 1750 അടി മുകളിൽ പൊട്ടിയ ഒറ്റ ഉരുളിലാണ് 298 പേരെ നമുക്ക് നഷ്ടപ്പെട്ടത്. പുഞ്ചിരിമറ്റത്ത് ഉയരത്തിൽ പൊട്ടിയ ഉരുളിൽ നിന്ന് തിരിച്ചു വന്ന മനുഷ്യർക്ക് പുഞ്ചിരി തൂകാൻ പറ്റുന്ന ഒരു മുറ്റമുണ്ടാക്കി കൊടുക്കാൻ പറ്റി എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ ഗവൺമെന്റ് ഈ വീടുകൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്നത്.